2024 മലയാള സിനിമയ്ക്ക് ഭേദപ്പെട്ടൊരു വർഷമായിരുന്നു. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ തുടങ്ങിയ മോളിവുഡിന്റെ വിജയ തേരോട്ടം പകുതി വരെയും തുടർന്നു. ഒടുവിൽ ആദ്യം 200 കോടി കളക്ഷൻ നേടിയ സിനിമയും മലയാളത്തിന് ലഭിച്ചു. അത്തരത്തിൽ ഒരുപിടി സിനിമകളുമായാണ് 2025 ജനുവരി എത്തുന്നത്. മോഹൻലാൽ, മമ്മൂട്ടി ഉൾപ്പെടെയുള്ള സീനിയർ താരങ്ങൾക്കൊപ്പം യുവതാരങ്ങളുടെ സിനിമയും ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും. ജനുവരിയിൽ ആദ്യം എത്തുന്ന സിനിമ ഐഡന്റിറ്റിയാണ്. ടൊവിനോ തോമസും തൃഷയും കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ചിത്രം ജനുവരി 2-ന് തിയേറ്ററുകളിലെത്തും. അഖിൽ പോളും അനസ് ഖാനും സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറായാണ് ഒരുങ്ങുന്നത്. ഹിറ്റ് ചിത്രം ഫോറൻസിക് ടീം വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് ഐഡന്റിറ്റി. ആസിഫ് അലി നായകനായി എത്തുന്ന രേഖാചിത്രമാണ് മറ്റൊരു സിനിമ. അനശ്വര രാജനും കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് ജോഫിൻ ടി ചാക്കോയാണ്. മമ്മൂട്ടിയുടെ ദി പ്രീസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ സംവിധാനം ചെയ്യുന്ന ചിത്രം കൂടിയാണിത്. 2025 ജനുവരി 9-ന് സിനിമ തിയേറ്ററിലെത്തും. പോലീസ് വേഷത്തിലാണ് ആസിഫ് അലി എത്തുന്നത്. രേഖാചിത്രം ഒരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആണെന്നും നമ്മൾ കണ്ടു മറന്നൊരു സിനിമയുടെ പരിവർത്തനമാണിതെന്നുമാണ് അടുത്തിടെ ആസിഫ് അലി പറഞ്ഞത്. കോമഡി എന്റർടൈനർ ജോണറിലുള്ള എന്ന് സ്വന്തം പുണ്യാളനാണ് അടുത്ത സിനിമ. അർജുൻ അശോകൻ, ബാലു വർഗീസ്, അനശ്വര രാജൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് മഹേഷ് മധുവാണ്. ചിത്രം ജനുവരി 10-ന് റിലീസ് ചെയ്യും. സാംജി എം ആന്റണിയാണ് ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഒരുക്കിയിരിക്കുന്നത്. ഡാർക്ക് ഹ്യൂമറായി എത്തുന്ന ചിത്രമാണ് പ്രാവിൻകൂട് ഷാപ്പ്. സൗബിൻ ഷാഹിർ, ബേസിൽ ജോസഫ്, ചെമ്പൻ വിനോദ് എന്നിവരാണ് കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ചിത്രം ജനുവരി 16-ന് തിയേറ്ററിലെത്തും. ശ്രീരാജ് ശ്രീനിവാസൻ സംവിധാനം ചെയ്യുന്ന ചിത്രം ഒരു കള്ളുഷാപ്പിനെ ചുറ്റിപ്പറ്റിയുള്ള കഥയാണ് പറയുന്നത്. കിഷ്കിന്ധാകാണ്ഡത്തിന് ശേഷം ഗുഡ്വിൽ എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ജോബി ജോർജ് നിർമ്മിക്കുന്ന മറ്റൊരു ചിത്രമാണ് നാരായണീന്റെ മൂന്നാൺമക്കൾ. ചിത്രം ജനുവരി 16-ന് തിയേറ്ററുകളിലെത്തും. ഒരുപാട് ഡാർക്ക് സീക്രട്ട് ഒളിഞ്ഞിരിക്കുന്ന ഈ സിനിമയിൽ ജോജു ജോർജ്, സുരാജ് വെഞ്ഞാറമൂട്, അലൻസിയർ ലോപ്പസ് എന്നിവർ പ്രധാന കഥാപാത്രങ്ങളായി നാരായണീന്റെ മൂന്നാൺമക്കളായി എത്തുന്നു. ഈ വർഷത്തെ പ്രതീക്ഷയർപ്പിക്കുന്ന ചിത്രങ്ങളിൽ മുൻപന്തിയിലാണ് നാരായണീന്റെ മൂന്നാൺമക്കൾ. ചിത്രത്തിന്റെ തിരക്കഥയും സംവിധാനവും പുരസ്കാര ജേതാവായ ശരൺ വേണുഗോപാലാണ് ചെയ്യുന്നത്. ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി സംവിധാനം ചെയ്യുന്ന മലയാള സിനിമയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. മമ്മൂട്ടി നായകനായി എത്തുന്ന ചിത്രം ജനുവരി 23-ന് തിയേറ്ററുകളിലെത്തും. മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രത്തിൽ ഗോകുൽ സുരേഷ്, സുഷ്ടിത ഭട്ട്, വിജി വെങ്കടേഷ്, വിനീത്, വിജയ് ബാബു തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തുന്നു. പിങ്ക് പാന്തർ ടൈപ്പ് സിനിമയാണിത്. മലയാളത്തിന്റെ എവർഗ്രീൻ താരജോഡികളായ ശോഭനയും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് തുടരും. തരുൺ മൂർത്തി സംവിധാനം ചെയ്ത ചിത്രം ജനുവരി 30-ന് തിയേറ്ററുകളിലെത്തും. ഷൺമുഖം എന്ന ടാക്സി ഡ്രൈവറായി മോഹൻലാൽ എത്തുന്ന ചിത്രം രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മിക്കുന്നത്.